നിങ്ങൾ കമ്പ്യൂട്ടറിൽ ഏതെങ്കിലും ഒരു വെബ്സൈറ്റിൽ ഫോംസ് ഒക്കെ ഫില്ല് ചെയ്തുകൊണ്ടിരിക്കുമ്പം ഒരു ഫീൽഡ് ടൈപ്പ് ചെയ്ത ശേഷം ടാബ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ തൊട്ടടുത്ത ഫീൽഡിലേക്ക് ഓട്ടോമാറ്റിക്കലി ജമ്പ് ചെയ്തോളും. നിങ്ങൾ മൗസ് ഉപയോഗിച്ച് ആ ഫീൽഡ് പോയി സെലക്ട് ചെയ്യേണ്ട ആവശ്യമില്ല. അതുപോലെ ഷിഫ്റ്റ് ടാബാണ് പ്രസ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് തൊട്ട് പുറകിലെ ഫീൽഡിലേക്ക് പോകാൻ പറ്റും. ഈ ഒരു ട്രിക്ക് നിങ്ങൾക്ക് എത്ര പേർക്ക് അറിയായിരുന്നു? ഇതുപോലെ അധികം ആർക്കും അറിയാത്ത കുറച്ച് ട്രിക്സ് കൂടെ പറഞ്ഞുതരാം. ഓൾട്ട് ടാബ് പ്രസ് ചെയ്തിട്ടാണ് നമ്മൾ ഓപ്പൺ ചെയ്ത് വെച്ചിരിക്കുന്ന കുറേ ആപ്ലിക്കേഷൻസ് തമ്മിൽ സ്വിച്ച് ചെയ്യാറുള്ളത്. അങ്ങനെ സ്വിച്ച് ചെയ്യുമ്പം ഏതെങ്കിലും ഒരു ആപ്പിൻ്റെ മുകളിൽ എത്തിയിട്ട് അവിടെ നിങ്ങൾ ഡിലീറ്റ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ആ ആപ്പ് നിങ്ങൾക്ക് സ്പോട്ടിൽ ക്ലോസ് ചെയ്യാൻ പറ്റും. മൗസ് ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. ഈ ഓൾട്ട് ടാബ് പ്രസ് ചെയ്യുന്ന സമയത്ത് ഷിഫ്റ്റ് കൂടെ പ്രസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബാക്ക്വേർഡ് സൈക്കിൾ ചെയ്യാൻ പറ്റും. അതായത് പുറകിലേക്ക് സെലക്ട് ചെയ്യാൻ പറ്റും ആപ്ലിക്കേഷൻസ്. ഒരുപാട് ആപ്ലിക്കേഷൻസ് വിൻഡോസിൽ തുറന്നിരിപ്പുണ്ടെങ്കിൽ വിൻഡോസ് എം എന്ന ഷോർട്ട് കട്ട് പ്രസ് ചെയ്താൽ മതി, ഒറ്റയടിക്ക് എല്ലാം മിനിമൈസ് ആകും. അതുപോലെ നിങ്ങളുടെ ടാസ്ക് ബാറിൻ്റെ ഏറ്റവും റൈറ്റ് സൈഡിൽ കോർണറിലായിട്ട് പോയിട്ട് വെറുതെ മൗസ് ഉപയോഗിച്ചൊന്ന് ക്ലിക്ക് ചെയ്താലും മതി, ഒറ്റയടിക്ക് നിങ്ങൾക്ക് ഡെസ്ക്ടോപ്പിലേക്ക് എത്താൻ പറ്റും. നമ്മൾ ഫോൾഡേഴ്സൊക്കെ ഓപ്പൺ ചെയ്തിരിക്കുമ്പോൾ ഫോൾഡേഴ്സിൽ പുറകോട്ടും മുമ്പോട്ടും പോകാൻ വേണ്ടിയിട്ട് ഓൾട്ട് പ്ലസ് ആരോസ് എന്ന ഷോർട്ട് കട്ട് ഉപയോഗിച്ചാൽ മതി. നിങ്ങൾക്ക് ബാക്കിലേക്കും മുമ്പിലേക്കൊക്കെ പോകാൻ പറ്റും. കൺട്രോൾ ഓൾട്ട് ഡിലീറ്റ് ഉപയോഗിച്ചാണ് പലരും ടാസ്ക് മാനേജർ ഓപ്പൺ ചെയ്യാറുള്ളത്. അതിന് പകരം കൺട്രോൾ ഷിഫ്റ്റ് എസ്കേപ്പ് അടിച്ചു കഴിഞ്ഞാൽ ഒറ്റയടിക്ക് ടാസ്ക് മാനേജർ ഓപ്പൺ ആയിട്ട് വരും. ഇതുപോലെ നിങ്ങൾക്കറിയാവുന്ന എന്നാൽ അധികം ആർക്കും അറിയാത്ത ട്രിക്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. ഇതുപോലുള്ള കൂടുതൽ ട്രിക്സിന് വേണ്ടിയിട്ട് ഫോളോ ചെയ്തിട്ടുണ്ടെന്ന് ഉറപ്പുവരുത്തുക.